വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് ടിപ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതേപോലെ ടിപ്സ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് ഞാൻ ഇനിയും പറഞ്ഞ് കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള മൊബൈൽ കവർ ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബബിൾ റിമൂവൽ സ്പ്രേ അടിച്ചു കൊടുക്കണം ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് സെക്യൂർ ചെയ്ത് കൊടുക്കണം. സൈഡ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് UV റെസിൻ യൂസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ലാറ്റക്സ് യൂസ് ചെയ്തിട്ട് സൈഡ് നന്നായിട്ട് ബോർഡറൊക്കെ നന്നായിട്ട് ലാറ്റക്സ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ UV റെസിൻ ഇതിൻ്റെ മുകളിൽ സൈഡിൽ വരച്ച് കൊടുത്തിട്ട് ഉണക്കി കഴിയുമ്പം സൈഡ് രണ്ടും ഒരുവിധം സെക്യൂർ ആയിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഞാൻ സൈഡ് സെക്യൂർ ചെയ്തത്. പിന്നെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാം. മാസ്കിംഗ് ടേപ്പിൻ്റെ കാര്യം ഞാനിവിടെ പറയാതിരുന്നത്, ചില ഫോൺ കവറുകളിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസ്കിംഗ് ടേപ്പിൻ്റെ കാര്യം ഇവിടെ പറയാതിരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഗ്ലിറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെസിനിൽ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യത്തെ ആ വാട്ടറി സ്ട്രക്ചർ സമയത്ത് അതിങ്ങനെ ശക്തിയോടുകൂടി ഒലിച്ച് പോകാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഇങ്ങനെ നിർത്താൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഗ്ലിറ്റർ കുറച്ച് ഹെവി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. റെസിനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിങ്ങനെ റെസിൻ്റെ മുകളിൽ പാറി നടക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി മുകളിൽ മൊത്തം പാറി ഒരു വൃത്തിയായിട്ട രീതിയിലായിരിക്കും നിൽക്കുക. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് താഴെ റെസിൻ ഉറ്റിപ്പോവുകയാണെങ്കിൽ ബബിൾ റിമൂവൽ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് കളയാൻ സാധിക്കും. കാരണം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്ത് നമുക്ക് കാണാൻ പറ്റും ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ബബിൾ സ്പ്രേ യൂസ് ചെയ്തിട്ടാണ് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോൺ അങ്ങനെ റെഡി ആയിട്ടുണ്ട് 24 മണിക്കൂറിന് ശേഷം. അപ്പോൾ നന്നായിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ